ഇത് കണ്ടോ, ഇവനാണ് പോസം. കാണാൻ എന്തൊരു ക്യൂട്ടല്ലേ, പക്ഷേ ആളുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നുമല്ല. ഈ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ കാണുന്ന ഒരു പഴങ്ങളും പച്ചക്കറികളൊക്കെ തിന്നുന്നൊരു ജീവിയായത്. രാത്രി വരും, രാത്രി വന്നിട്ട് പഴങ്ങളും പച്ചക്കറികളും എല്ലാം കടിച്ച് താഴെ ഇടും. അങ്ങനെ ഒരുപാട് കൃഷിക്കാർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഇത്. ഞങ്ങൾക്കും കിട്ടി നല്ല എട്ടിൻ്റെ പണി. ഇപ്രാവശ്യം ഞങ്ങളുടെ ആപ്പിളും മുന്തിരിയും തക്കാളിയും ഒക്കെ ഇവൻ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഞങ്ങൾ മുന്തിരി കഴിഞ്ഞ തവണ ഒരുപാട് ആപ്പിള് കിട്ടിയ ഒരു ആപ്പിൾ മരം, അതിൽ ഇപ്രാവശ്യം ഒരുപാടുണ്ടായി, അതിനേക്കാളും കൂടുതലുണ്ടായി. പക്ഷേ അതിൽ ഭൂരിഭാഗം ഈ പോസം വന്ന് നശിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഇൻഫ്രാറെഡ് അൾട്രാസോണിക് സൗണ്ടുള്ള ഇൻഫ്രാറെഡ് ലൈറ്റുള്ള ഒരു സോളാർ ഓപ്പറേറ്റഡ് ആനിമൽ റിപ്പല്ലർ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് സാധനം. അതിൻ്റെ മുകളിൽ സോളാർ ലൈറ്റൊക്കെ ഉണ്ട്, അത് സോളാർ ഓപ്പറേറ്റഡ് ആണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് വരുന്നതുണ്ട്. രാത്രിയാകുമ്പോൾ അത് കൂടുതൽ ആ ലൈറ്റ് വിസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു സാധനം, അതേ ടെക്നോളജി അത് തന്നെ, അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ 2 ടൈപ്പ് ആനിമൽ റിപ്പല്ലറാണ് ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചത്. ഈ ആപ്പിളിൻ്റെ ചോട്ടിലും വെച്ചു, മുന്തിരിയുടെ ചോട്ടിലും വെച്ചു. പക്ഷേ ആപ്പിളിൻ്റെ ചോട്ടിലുള്ള ആ വലുത് ആ ടൈപ്പ് വർക്കായിട്ടോ. അത് വെച്ച പിന്നെ ഈ പോസം അങ്ങനെ വന്നിട്ടില്ല. ആ വെച്ചതിന് ശേഷം ആപ്പിളുകളൊന്നും അടുത്ത ഉള്ള ആപ്പിളുകളൊന്നും തൊട്ടിട്ടില്ല. പക്ഷേ ഇത് നോക്കി, ഇവൻ്റെ ഈ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇവനിപ്പോൾ തന്നെ പോസത്തിനെ പിടിക്കുന്നു. പക്ഷേ ഇത് കണ്ടില്ലേ, സൈഡിലുള്ള കവർ അഴിച്ചു കൊണ്ടുപോയേക്കാം മുന്തിരി. സൈഡിലുള്ള ഒരുപാട് മുന്തിരിക്കൊലകൾ ഈ പോസം പിന്നെയും ഈ സാധനം വെച്ചിട്ടും കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ആ ടൈപ്പ്, ആ കുത്തി നിർത്തുന്ന വലിയ ടൈപ്പ് ആനിമൽ റിപ്പല്ലറാണ് കൂടുതൽ എഫക്റ്റീവ്. ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇത് ഈ പാകമാകുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ മുന്തിരി ഞങ്ങൾ പറിക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല. നന്നായിട്ട് മൂത്ത് ഒന്നും പാകമായിട്ട് കിട്ടുന്നില്ല മുന്തിരി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വഴിയെന്നറിയില്ല. മറ്റേത് മുന്തിരിയുടെ മുകളിൽ എങ്ങനെ വെക്കും അതല്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്ക്? ഈ പോസത്തിന് ഓടിക്കാനുള്ളൊരു വഴിയുണ്ടോ? ഇവിടെ അതിനെ കൊല്ലാനും പാടില്ല കേട്ടോ, കൊല്ലാനും കേസാണ്. പിന്നെ എന്താണ് ഈ പോസത്തിനൊന്ന് കളയാനുള്ളൊരു വഴിയെന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇതിപ്പോൾ ഞങ്ങൾ മുന്തിരി ഒന്ന് ചെനച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ റെഡ് കളർ ആയപ്പോൾ തന്നെ പോസത്തിന് പേടിച്ച് മുഴുവൻ പറിച്ചിരിക്കുക. മുഴുവനല്ല, കുറേയൊക്കെ പഴുക്കണം പറിച്ചേക്കുക. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യണേ.